നടന്ന അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിനിടെയുണ്ടായ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഉദ്ഘാടന വേദിയിൽ നിലവിളക്ക് കൊളുത്തുന്നതിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ വിട്ടുനിന്നതും ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കാത്തതുമാണ് വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അമൃത് ഭാരത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. തിരൂരിൽ നടന്ന അമൃത് ഭാരത് ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അവതാരിക വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു. വേദിയിൽ വലിയ 5 തിരിയിട്ട നിലവിളക്ക്, കൊടിവിളക്കുമായി സംഘാടകരെത്തി. മുഖ്യാതിഥികളായ MP അബ്ദുൾ സമദ് സമദാനിക്ക് കൊടിവിളക്ക് നൽകാൻ ശ്രമിക്കുന്നു. പതുക്കെ പിൻവലിയുന്നു. അടുത്ത ഊഴം MLA കുറുക്കോളി മൊയ്തീന്, അദ്ദേഹവും പിൻവലിയുന്നു. അടുത്തതായി മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിമിനെ നീട്ടുന്നു, അദ്ദേഹവും പിൻവലിയുന്നു. അവസാനം ഉദ്യോഗസ്ഥർ തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ഓരോ ഉദ്യോഗസ്ഥരും 2 തിരി വീതം കൊളുത്തുന്നു. എന്താണ് നിലവിളക്കിനോടുള്ള ലീഗ് ജനപ്രതിനിധികളുടെ നിലപാട്? ഹറാമാണോ? അങ്ങനെയെങ്കിൽ മന്ത്രി ഷാജിക്കും MLA തഹ്ലിയയ്ക്കും ഹറാമല്ലേ? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഇതോടെയാണ് മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നിലവിളക്ക് കൊളുത്താതിരുന്നതിന്റെ കാരണം എന്താണെന്ന ചോദ്യം ഉയരുന്നത്. മതവിശ്വാസത്തിന്റെ ഭാഗമായ നിലപാടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? ലീഗ് മറുപടി പറയണം. ദേശീയ പ്രോട്ടോകോൾ പ്രകാരം തുടക്കത്തിൽ വന്ദേ മാതരം പാടണം, സമാപനത്തിൽ ദേശീയഗാനവും. വന്ദേ മാതരം ആലപിച്ചില്ല എന്നത് മാത്രമല്ല, MPയും MLAയും മറ്റ് ജനപ്രതിനിധികളും വേദി വിട്ടതിന് അരമണിക്കൂർ ശേഷമാണ് ദേശീയഗാനം ആലപിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തികൾ വേദി വിടുന്നതിന് മുൻപ് പ്രോട്ടോകോൾ പ്രകാരം ദേശീയഗാനം ആലപിക്കണം എന്നാണ് ചട്ടം. എന്നാൽ വേദിയിലും സദസ്സിലുമുള്ളവർ ഭൂരിഭാഗവും പോയ ശേഷമാണ് ഗാനത്തിന്റെ റെക്കോർഡ് പ്ലേ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം വേദിയിൽ കാണിച്ചതുമില്ല. ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് നടത്തിയ ശേഷം അമൃത് ഭാരത് പദ്ധതിയുടെ ഉദ്ഘാടനം അവസാനിച്ചുവെന്ന അനൗൺസ്മെന്റ് വരികയും ജനപ്രതിനിധികളും കാണികളും ഇതോടെ വേദിയിൽ നിന്ന് ഇറങ്ങുകയുമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം അപ്പോൾ ആരംഭിച്ചിരുന്നതുമില്ല. പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗം നടത്തുന്ന സമയത്ത് തിരൂരിലെ വേദി അഴിക്കുന്ന തിരക്കിലായിരുന്നു സംഘാടകർ. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ ആരെയാണ് പ്രീണിപ്പിക്കുന്നതെന്നറിയാൻ പാഴൂർ പടിപ്പര വരെയൊന്നും പോകേണ്ട കാര്യമില്ല, ചിന്തിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അതേസമയം ഈ സംഭവത്തെ കുറിച്ച് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയോ റെയിൽവേ അധികൃതരുടെയോ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തിരൂരിലെ അമൃത് ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ നടന്ന ഈ സംഭവങ്ങൾ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനായി സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ വിശദീകരണം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാം. എന്തായാലും ഈ വാർത്ത അവതരിപ്പിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകില്ല എന്നറിയാം. എന്നാലും മതേതര ഹിന്ദുക്കൾ അറിയട്ടെ അത്രമാത്രം. നമോ വാകം.